തൃശൂരിലെ കുന്നംകുളം പോലീസിനെതിരെ വീണ്ടും മർദ്ദന പരാതി. പള്ളിപ്പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെ അകാരണമായി മർദ്ദിച്ചു എന്നാരോപിച്ച് പ്രദേശവാസിയായ ജിൻസൺ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം പോലീസ് CPM പ്രവർത്തകരെ മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു. ഒക്ടോബർ 25-ന് പെരുന്നാൾ ദിവസം റോഡരികിൽ നിന്നിരുന്ന തന്നെയും സുഹൃത്തുക്കളെയും SI വൈശാഖിന്റെ നേതൃത്വത്തിൽ അകാരണമായി മർദ്ദിച്ചു എന്നാണ് പരാതി. മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതോടെ ലാത്തി കൊണ്ട് കുത്തി, കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റി. നാട്ടുകാർ ചുറ്റും കൂടി പോലീസിനെ ചോദ്യം ചെയ്തതോടെയാണ് ജീപ്പിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് കുറെ പരിക്കുകളൊക്കെ പറ്റിയിരുന്നു. അപ്പൊ എനിക്കിവിടെ ഷോൾഡർ കൊണ്ട് ഇങ്ങനെ തട്ടിയ പാടും, വടികൊണ്ട് ലാത്തി കൊണ്ട് തട്ടിയതും, പിന്നെ പിടിച്ച് വലിക്കുമ്പോ മാന്തിയ പാടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഈ സൈഡിലായിട്ട് ലാത്തി കൊണ്ട് കുത്തിയൊരു പാടുണ്ടായിരുന്നു. പിന്നെ ആദ്യം വന്നിട്ട് അടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ച് അടിച്ചൊരു പാട് ഈ സൈഡിലുണ്ടായിരുന്നു. പിന്നെ എനിക്കിതിന് നീതി വേണം. നമ്മളൊരു തെറ്റും ഒരു പ്രകോപനം ഉണ്ടാവാണ്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. അപ്പോൾ നമ്മളെ ഭാഗത്തുനിന്ന് ഇതിപ്പോ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ ഞാൻ റെഡിയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ജോൺസൺ വ്യക്തമാക്കി. കുന്നംകുളം പോലീസിനെതിരെ ഇന്നലെ CPM ഏരിയ കമ്മിറ്റിയും പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 6 പേരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ പോലീസിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് CPM. ജനം, തൃശൂർ.